എക്സാംസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നെറ്റിന് വേണ്ടി JRFന് വേണ്ടി പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ ഉത്തരങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചലച്ചിത്രങ്ങളുടെ പൂർവാപര ക്രമം. ഓപ്ഷൻ എ കുമ്മാട്ടി, ഓപ്ഷൻ ബി നീലക്കുയിൽ, ഓപ്ഷൻ സി നിർമാല്യം, ഓപ്ഷൻ ഡി ചെമ്മീൻ, ഓപ്ഷൻ ഇ ആദാമിൻ്റെ വാരിയല്ലേ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ബി ഡി സി എ ഇ, അതായത് ബി നീലക്കുയിൽ, ഡി ചെമ്മീൻ, സി നിർമാല്യം, അതേപോലെ എ കുമ്മാട്ടി, ഇ ആദാമിൻ്റെ വാരിയല്ലേ. ഇതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉണരുന്ന ഉത്തരേന്ത്യ ആരുടെ യാത്രാവിവരണമാണ്? ഉണരുന്ന ഉത്തരേന്ത്യ ആരുടെ യാത്രാവിവരണമാണ്? ഓപ്ഷൻ 1 എസ് കെ പൊറ്റക്കാട്, ഓപ്ഷൻ 2 ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ 3 NV കൃഷ്ണവാര്യർ, ഓപ്ഷൻ 4 ഗുരു നിത്യചൈതന്യയതി. അപ്പോൾ അതിൽ ഉണരുന്ന ഉത്തരേന്ത്യ എന്ന് പറയുന്നത് NV കൃഷ്ണവാര്യരുടെ യാത്രാവിവരണമാണ്. NV കൃഷ്ണവാര്യരുടെ യാത്രാവിവരണമാണ് ഉണരുന്ന ഉത്തരേന്ത്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. നിലം പൂത്തുമലർന്ന നാൾ ആരുടേതാണ്? നിലം പൂത്തുമലർന്ന നാൾ ആരുടെ കൃതിയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 മനോജ് ജാദവേദർ, ഓപ്ഷൻ 2 മനോജ് കുറൂർ, ഓപ്ഷൻ 3 MB മനോജ്, ഓപ്ഷൻ 4 VJ ജെയിംസ്. നോക്കൂ, മനോജ് എന്നുള്ള പേരിൽ 3 പേര് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടുള്ള പേര് അറിയുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂ, ശരിയായ ഉത്തരം ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നിലം പൂത്തു മലർന്ന നാൾ എന്ന് പറയുന്നത് മനോജ് കുറൂരിൻ്റെ കൃതിയാണ്. മനോജ് കുറൂരിൻ്റേതാണ് നിലം പൂത്ത് മലർന്ന നാൾ എന്ന് പറയുന്നത്. എൻ്റെ കഥയില്ലായ്മകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ കഥയില്ലായ്മകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ 1 AP ഉദയഭാനു, ഓപ്ഷൻ 2 കലാമണ്ഡലം കൃഷ്ണൻ നായർ, ഓപ്ഷൻ 3 CH കുഞ്ഞപ്പ, ഓപ്ഷൻ 4 AK ഗോപാലൻ. ഇതിൽ എൻ്റെ കഥയില്ലായ്മകൾ എന്ന് പറയുന്ന ആത്മകഥ AP ഉദയഭാനുവിൻ്റേതാണെന്ന് ഓർക്കുക. AP ഉദയഭാനുവാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐപ്പെരും കാവ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഐപ്പെരും കാവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് 1 ചിലപ്പതികാരം, 2 മണിമേഖല, 3 കുണ്ടലകേശി, 4 പതിറ്റുപ്പത്ത്. അപ്പം ഐപ്പെരും കാവ്യങ്ങൾ 5 മഹാകാവ്യങ്ങൾ ഏതൊക്കെയാണ്? തമിഴ് പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പം ഓർക്കുക, ചിലപ്പതികാരം, മണിമേഖല, കുണ്ടലകേശി, വളയാപതി, ജീവക, ചിന്താമണി. ഇതാണ് ഐപ്പെരും കാവ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഏതാണ് ഇതിൽ ഐപ്പെരും കാവ്യങ്ങളിൽ പെടാത്തത്? പതിറ്റുപ്പത്താണ്. പതിറ്റുപ്പത്ത്. അപ്പോൾ ഐപ്പെരും കാവ്യങ്ങളിൽ പെടാത്തത് പതിറ്റുപ്പത്തും, ഐപ്പെരും കാവ്യങ്ങളിൽ പെടുന്നതാണ് ബാക്കിയുള്ളത്. ഏതൊക്കെ? ചിലപ്പതികാരം, മണിമേഖല, കുണ്ടലകേശി തുടങ്ങിയവ. ചോദ്യം 6, ലീലാതിലക പ്രകാരം മധ്യമകൽപ്പം മണിപ്രവാളം എത്ര വിധം? ഓപ്ഷൻ 1 5, ഓപ്ഷൻ 2 4, ഓപ്ഷൻ 3 9, ഓപ്ഷൻ 4 7. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 2 4 4 വിധമാണ് മധ്യമകൽപ്പം അടങ്ങിയിരിക്കുന്നത്. മധ്യമകൽപ്പ മണിപ്രവാളം 4 വിധത്തിലാണ്. അടുത്ത ചോദ്യം, രാഘവൻ പയ്യനാടിൻ്റെ കൃതികൾ മാത്രം ഉൾപ്പെടുന്ന ഗണം ഏത്? ഓപ്ഷൻ എ തെയ്യവും തോറ്റംപാട്ടുകളും, ഓപ്ഷൻ ബി ഫോക്ലോർ സങ്കേതനങ്ങളും സങ്കല്പനങ്ങളും, ഓപ്ഷൻ സി ഫോക്ലോറും മലയാള നാടകവും, ഓപ്ഷൻ ഡി ഫോക്ലോറിനൊരു പഠന പദ്ധതി, ഓപ്ഷൻ ഇ ഫോക്ലോർ സംസ്കാരം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് തെയ്യവും തോറ്റംപാട്ടുകളും, ഫോക്ലോർ സങ്കേതവും സങ്കല്പനങ്ങളും, ഫോക്ലോറിനൊരു പഠന പദ്ധതി. ഇത് 3ഉമാണ് രാഘവൻ പയ്യനാടിൻ്റെ കൃതികൾ മാത്രം അടങ്ങുന്ന ഗണം. അതായത് A B D. A B D എന്നുള്ള ഓപ്ഷൻ 4 ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. തെയ്യവും തോറ്റംപാട്ടുകളും, ഫോക്ലോർ സങ്കേതനങ്ങളും സങ്കല്പനങ്ങളും, ഫോക്ലോറിനൊരു പഠന പദ്ധതി. അടുത്തത് ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിസ്റ്റ് 1 മൈമുന, വൈത്തിപ്പട്ടർ, നാരായണി, സുഭദ്ര എന്നിങ്ങനെയുള്ള പേരുകളും,
ലിസ്റ്റ് 2 ഖസാക്കിൻ്റെ ഇതിഹാസം, മാർത്താണ്ഡവർമ്മ, ശാരദ, മതിലുകൾ എന്നീ കൃതികളുമാണ് നൽകിയിരിക്കുന്നത്. അതിൽ മൈമൂന എന്ന് പറയുന്നത് ഏതിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് മൈമൂന. വൈത്തിപ്പട്ടർ എന്നുള്ള കഥാപാത്രം ഏതിലാണ് വരുന്നത്? ശാരദ. ശാരദയിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ എന്ന് പറയുന്നത്. അടുത്തത് നാരായണി. നാരായണി എന്ന് പറയുന്നത് മതിലുകളിലെ പ്രധാന കഥാപാത്രമാണ്. മതിലുകളിലെ പ്രധാന കഥാപാത്രമാണ് നാരായണി. അടുത്തത് സുഭദ്ര. സുഭദ്ര എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ്. സുഭദ്ര മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ ആദ്യ കൃതി ഏത്? ഓപ്ഷൻ 1 നവലോകം, ഓപ്ഷൻ 2 രൂപമഞ്ജരി, ഓപ്ഷൻ 3 തിരുവിതാംകൂർ ചരിത്രം, ഓപ്ഷൻ 4 രാജരാജീയം. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 നവലോകമാണ്. അപ്പോൾ ഓർക്കുക, നവലോകമാണ് കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ ആദ്യ കൃതി എന്ന് പറയുന്നത്. കെട്ടുമുറ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? കെട്ടുമുറ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1 മിൽമേൻ പാരി, ഓപ്ഷൻ 2 മാക്സ് മുള്ളർ, ഓപ്ഷൻ 3 വ്ളാഡിമർ പ്രോപ്പ്, ഓപ്ഷൻ 4 ക്രോദ് ലെവി സ്ട്രോസ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 മിൽമേൻ പാരി. കെട്ടുമുറ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മിൽമേൻ പാരിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ ചോദ്യങ്ങളിലൂടെയും അതിൻ്റെ ഉത്തരങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഒരു തവണ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഇനിയും ആവർത്തിക്കാതിരിക്കില്ല, ഇനിയും ആവർത്തിക്കും. അപ്പോൾ തെറ്റുവരാതിരിക്കുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. എല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായി കാണാൻ ശ്രമിക്കുമല്ലോ. അതുകൂടാതെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരെയും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.